ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വളരെ പ്രയോജനകരമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ തുടയ്ക്കുന്നതിന് വേണ്ടിയും അതേപോലെ കിച്ചൺ ടൈൽ തുടയ്ക്കുന്നതിന് വേണ്ടിയും വെറും വിനാഗിരി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചതുകൊണ്ട് ഇതേപോലെ ഒന്ന് തുള്ളിയായിട്ടൊന്ന് ഇറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പൊടിയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടോ ഗ്യാസ് സ്റ്റോപ്പ്, അപ്പം ഇതേപോലൊരു ടവൽ വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് രാത്രി ഇങ്ങനെ ചെയ്തിട്ടാൽ പ്രാണി, പല്ലി, പാറ്റ ഒന്നും തന്നെ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ട് പോലും വരത്തില്ല. അപ്പോൾ കണ്ടോ, നല്ലൊരു തിളക്കം. ആ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് തൊട്ടാൽ മാത്രം മതി. നല്ല രീതിയിൽ തന്നെ വെള്ളി പോലെ തിളങ്ങും എല്ലാം. കിച്ചൺ ടൈലാണേലും അതേപോലെ നമ്മുടെ ഈ ഗ്ലാസ് കണക്കത്തെ ഏതും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ പല്ലി, പാറ്റ, പ്രാണികളൊന്നും ആ ഭാഗത്തോട്ട് പോലും വരത്തില്ല. ഇപ്പോൾ രാത്രി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഗ്യാസിൻ്റെ മുകൾ ഭാഗവും അതേപോലെ തന്നെ ടൈലും അതെല്ലാം നമുക്ക് പല്ലി, പാറ്റ അങ്ങനെയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് വിനാഗിരി ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ടവൽ വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് ആ ഭാഗത്തൊന്നും വരുത്തുമില്ല. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒന്ന് കമ്പി ചൂടാക്കി എടുക്കുക. അപ്പോൾ ചൂലിന് ഇതേപോലെ ഒന്ന് പിടിയില്ലാത്ത ചൂലിനാണ് നമുക്ക് ഇതേപോലെ ഒന്ന് കമ്പി ചൂടാക്കിയിട്ട് ഒന്ന് ദ്വാരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏത് വള്ളിയാണോ ഉള്ളത്, അത് ഏതാണേലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആണേലും ചണമാണേലും അത് ഇതേപോലെ ഒന്ന് ദ്വാരം ഇട്ടിട്ട് നമുക്ക് കെട്ടി ആണിയിൽ തൂക്കാവുന്നതാണ്. അതല്ല നമ്മളിത് കുത്തിച്ചാരി വെക്കുമ്പോഴത്തേനും ചൂല് ചീത്തയാകുകയും ചെയ്യും. പ്രത്യേകിച്ച് ചൂലിൻ്റെ ആ ഭാഗം വളഞ്ഞ് ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ തൂക്കുന്നതിന് വൃത്തിയായിട്ട് മണ്ണും പൊടിയൊന്നും വരത്തില്ല. ഇതാകുമ്പം തൂക്കിയിട്ടാൽ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. ആ ചൂല് ഊരി പോകത്തേന്നുമില്ല. എന്നിട്ട് നമ്മൾ അടുക്കളയുടെ പുറം ഭാഗത്ത് വല്ല ഒരു ആണി അടിച്ചിട്ട് ഇതേപോലെ നമ്മൾ തൂക്കുന്ന ചൂലാണേലും അതേപോലെ ബ്രഷ് നമ്മൾ ചിലന്തി അടിക്കുന്ന അതെല്ലാം ഇതേപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ചൂലൊന്നും കേടാകാതെ എത്ര നാൾ വേണേലും ഇരിക്കുകയും ചെയ്യും. മറ്റേത് പെട്ടെന്ന് ചൂലൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുപ്പിയിലൊക്കെ ഇതേപോലത്തെ കുപ്പിയിലൊക്കെ നമ്മൾ വെള്ളം കൊണ്ടുപോകുമ്പോഴത്തേനും ബാഗിലൊക്കെ അത് ലീക്കാവും. മിക്ക കുപ്പികളും ഇതേപോലെ ഒന്ന് ലീക്കാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് റബ്ബർ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടിയിട്ട് കൊടുത്താൽ നല്ല ബലമായിട്ടിരിക്കും. കാരണം അതൊരു വാഷറിന് സമമാണ്. കാരണം നമ്മൾ ഈ റബ്ബർ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല ഇറുകി അതിൻ്റെ മൂടി നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. വെള്ളമൊന്നും അതിലെ കൂടെ ലീക്കാവത്തുമില്ല. അപ്പോൾ നല്ല ഇറുകിയിരിക്കും. ഇനിയിപ്പം നമ്മൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുപ്പിയിലെ മൂടി ഊരിയെടുക്കാൻ വളരെ പ്രയാസമാണെങ്കിൽ ഇതേപോലെ മുകളിൽ ഇതുപോലെ റബ്ബർ ഇട്ട് കൊടുത്താൽ നമുക്ക് ഊരിയെടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. കണ്ടോ, അല്ലെങ്കിൽ തെന്നി പോകും. നമ്മൾ ഊരിയെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇതേപോലെ റബ്ബർ ഇട്ടിട്ട് നമുക്ക് മൂടി ഊരിയെടുക്കാനും അതേപോലെ തന്നെ മുറുക്കിയിടാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ചുമയോ കഫക്കെട്ടോ എന്താണേലും കുട്ടികൾക്കാണേലും നമുക്ക് വരുന്ന മരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ മരുന്ന് നമ്മൾ വെറുതെ കളയണ്ട. എക്സ്പയർ ആയാലും നമ്മൾ കളയേണ്ട കാര്യമില്ല. അപ്പോൾ രാത്രിയൊക്കെ ഈ സിങ്കിനകത്ത് നിന്ന് പാറ്റ കുഞ്ഞൊക്കെ വരുന്നതാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ രാത്രി സിങ്ക് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ ആ സ്മെല്ലടിച്ചിട്ട് പാറ്റാക്കുഞ്ഞും അതേപോലെ ഉറുമ്പ് അതൊന്നും അതിനകത്ത് കയറി വരത്തില്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണത്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ചെടി വളർത്തിയാലും ചിലതിലൊക്കെ നല്ല ഉറുമ്പായിരിക്കും. അപ്പോൾ ഉറുമ്പ് പോകുന്നതിനായിട്ട് നമ്മൾ ഇതേപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് തൂക്കിക്കൊടുത്താൽ മതി. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം അതിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടോ എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.